എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ഏറ്റവും പുതിയ കഥകളിലൊന്നായ ഉജ്ജയിനിയിലെ ഗായികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിക്കുന്നത്. കഥ ഉജ്ജയിനിയിലെ ഗായിക. ഉജ്ജയിനിയിലെ ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ക്ഷിപ്ര നദിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിൽ കുളിർന്നു വിറച്ച് നദിക്ക് അക്കരെ നിന്നും ദേവിദാസ് എത്തുന്നത് നോക്കി സ്നാനഘട്ടിൽ ഞാനും ചാച്ചിയും നിന്നു. പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളും പ്രതിബിംബിക്കുന്ന നദീഹൃദയം കീറിമുറിച്ചുകൊണ്ട് തോണിയിൽ അവനെത്തുന്ന കാഴ്ച മനോഹരമായിരുന്നു. കാറ്റിൽ വെളുത്ത മേൽവസ്ത്രം ഉലഞ്ഞും നീണ്ട ചുരുൾമുടി പറന്നും കരയെത്തുന്തോറും കാഴ്ച കൂടുതൽ മനോഹരമായി. ബാനു, എന്തൊരു തേജസ്സാണ് അവന്! നിന്റെ സെലക്ഷൻ കൊള്ളാം. തോണി ഇറങ്ങി അവൻ വരുന്നത് കണ്ട് അസീസ് ഖാൻ ചാച്ച പറഞ്ഞു. അദ്ദേഹത്തിന് അവനെ വർണ്ണിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. 6 അടി എടുത്ത പൊക്കം, ഒത്ത ശരീരം, ശ്യാമവർണം, നീണ്ട താടിയും മുടിയും, വെളുത്ത പൈജാമയും ജുബയും ഷോളും. ഒറ്റനോട്ടത്തിൽ ഒരു ബോളിവുഡ് നടനെ പോലെ തോന്നിക്കുന്നുണ്ടെന്ന് ചാച്ച പറഞ്ഞു. നിലാവിൽ വീണ നെഴിലുകളെ അളന്നുകൊണ്ടെന്ന വിധം അവൻ ഞങ്ങളുടെ അരികിലേക്ക് നടന്നെത്തി. അതുവരെ ഇല്ലാതിരുന്ന മധുരതരമായൊരു പരിഭ്രമം എന്നെ പിടികൂടി. ഞാൻ ചാച്ചയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നിങ്ങൾ മുൻപൊരിക്കൽ നേരിൽ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ ലജ്ജയും സങ്കോചവും കണ്ട് ചാച്ചയ്ക്ക് ചിരി വന്നു. അവന് പക്ഷെ പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ നിറയെ ആകാംക്ഷയും പ്രണയവുമായിരുന്നു. അത് ഒട്ടും ചോരാതെ സൈറ ബാനു എന്ന ആത്മമന്ത്രണത്തോടെ എൻ്റെ നേർക്ക് കൈനീട്ടി. ചാച്ച പെട്ടെന്ന് കൈകൾ സ്വതന്ത്രമാക്കിയെങ്കിലും സങ്കോചം കൊണ്ട് കൈ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് മനസ്സിലായി എന്നോണം ഒരു ഗൂഢസ്മിതത്തോടെ അവൻ ചാച്ചയ്ക്ക് നേരെ തിരിഞ്ഞു. യാത്ര സുഖകരമായിരുന്നോ? പിന്നെ എല്ലാ തവണത്തേക്കാളും. ചാച്ച സന്തോഷത്തോടെ അവന് കൈ കൊടുത്തു. ബാനു പറഞ്ഞ് ചാച്ചയുടെ ട്രാവൽ വ്ലോഗ് കാണാറുണ്ട്, വെരി ഇൻട്രസ്റ്റിംഗ്. അവൻ ചാച്ചയെ അനുമോദിച്ചു. ചാച്ചയുടെ സന്തോഷം ഇരട്ടിച്ചു. വലിയൊരു സഞ്ചാരിയാണ് ചാച്ച. ജീവിതത്തിന്റെ ലഹരി മുഴുവൻ യാത്രകളിലൂടെ അനുഭവിച്ചു തീർക്കുന്ന ഒരാൾ. പുത്തൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രയാണത്തിനിടയിലും ഉജ്ജയിനി പോലെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ വീണ്ടും സന്ദർശനം നടത്താൻ ചാച്ചയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. അഗാധമായ ആ ഉജ്ജയിനി പ്രേമമാണ് എനിക്കൊപ്പം ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. 2 വർഷം മുൻപാണ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആർക്കിയോ ആസ്ട്രോണമിയിൽ റിസർച്ചിന് ചേരുന്നത്. ഉജ്ജയിനിയിലെ നിരീക്ഷണാലയമായിരുന്നു പഠന വിഷയങ്ങളിലൊന്ന്. അതിലെന്നെ സഹായിക്കാൻ ദേവിക്ക് കഴിയുമെന്ന് ഗൈഡാണ് പറഞ്ഞത്. ദേവിദാസൻ അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഭൗമശാസ്ത്ര അധ്യാപകനാണ്. ഇപ്പോൾ കയറിയതേ ഉള്ളൂ. ഗ്രേറ്റ് സ്കോളർ. അവൻ്റെ അച്ഛൻ അതിലും ജീനിയസ് ആയിരുന്നു. അമച്ചർ ജ്യോതിശാസ്ത്രജ്ഞൻ, കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റ്, കലാകാരൻ, കവി, അങ്ങനെ പലതുമായിരുന്നു. 2 വർഷം മുൻപ് മരിച്ചു. ദേവിയെ നിനക്ക് പ്രയോജനപ്പെടുത്താം. ഗൈഡ് പറഞ്ഞത് പ്രകാരം ദേവിയെ പരിചയപ്പെട്ടു. ആദ്യമൊക്കെ പഠനകാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പോകെ എനിക്ക് അവനോട് പ്രണയമായി. അതൊരു പക്ഷെ അവൻ്റെ അഗാധമായ അറിവിനോടുള്ള ആരാധനയായിരിക്കാം. അതിനിടെ പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 3 വട്ടം ഞാൻ ഉജ്ജയിനിയിലേക്ക് വന്നിരുന്നു. 2 തവണ നിരീക്ഷണാലയത്തിലേക്ക് പോവുകയും രേഖകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കണ്ടില്ല. കാണണമെന്ന ആഗ്രഹം കൂടിക്കൊണ്ടിരുന്നു. 3ാമത്തെ തവണ എത്തിയപ്പോൾ ഫോണിൽ വിളിച്ചു. അവനെപ്പോൾ മഹാകാലേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് നാഗപഞ്ചമിയാണ്, അവൻ പറഞ്ഞു. എനിക്ക് കാണണം, വരട്ടെ? ഞാൻ ചോദിച്ചു. എന്നെയോ നാഗചന്ദ്രേശ്വരനെയോ? അവൻ ചോദിച്ചില്ല. പകരം വരൂ എന്ന് മാത്രം പറഞ്ഞു. പ്രശ്നം വല്ലതും? ഞാൻ ചോദിച്ചു. സൈറ ബാനുവിനെ കാണുന്നത് കൊണ്ട് നാഗചന്ദ്രേശ്വരന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ ചിരിച്ചു. അന്ന് ക്ഷേത്രമുറ്റത്ത് വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടു. ചുറ്റും വലിയ തിരക്കായിരുന്നു. പരിഭ്രമം കൊണ്ട് അവനെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. തിരക്കിനിടയിലൂടെ അവൻ്റെ കയ്യും പിടിച്ച് നടന്നു. പരിചിതമല്ലാത്ത അന്തരീക്ഷം, അനിർവചനീയമായ ഗന്ധങ്ങൾ, വെളിച്ചങ്ങൾ, ശബ്ദങ്ങൾ. തിരക്കിൽ എൻ്റെ മുഖം പലവട്ടം അവൻ്റെ നഗ്നമായ നെഞ്ചോടമർന്നു. ഭക്തിയോ പ്രണയമോ വ്യവച്ഛേദിച്ചറിയാൻ കഴിഞ്ഞില്ല. മറ്റേതോ ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ ഞാൻ നിന്നു. ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് തന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു. മായക്കാഴ്ച പോലെ ഓർത്തുവെക്കാൻ അവൻ്റെ കണ്ണുകളിലെ തിളക്കവും നെഞ്ചിൻ്റെ മിടുപ്പുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഇങ്ങനെ ആവരുത് ബാനു. കണ്ണു നിറയെ കാണണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇങ്ങോട്ടുള്ള യാത്രയിൽ ചാച്ച പറഞ്ഞു. അസീസ് ഖാൻ ചാച്ച എൻ്റെ സുഹൃത്താണ്. ദില്ലിയിൽ ചാച്ചയുടെ ഫ്ലാറ്റിലാണ് ഞാൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത്. ചാച്ച വിവാഹിതനല്ല. ഫ്ലാറ്റിൽ ചാച്ചയും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്നതോടെ ജീവിതത്തിന് കൂടുതൽ തിളക്കം വെച്ചു എന്നാണ് 2 പേരും പറയുന്നത്. വാരാന്ത്യ രാത്രികളിൽ ഫ്ലാറ്റിന്റെ മട്ടുപ്പാവിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഞങ്ങൾ മനസ്സ് തുറക്കും. അന്നേരമാണ് ചാച്ച കണ്ട ദേശങ്ങളെക്കുറിച്ച് വാചാലനാവുക. ചാച്ചുമ്മയുടെ സ്പെഷ്യൽ ദഹി ബെല്ലയും കൊഴുത്ത ചട്നിയും കഴിച്ചുകൊണ്ട് ഞാൻ കേൾവിക്കാരിയാകും. ദേവിദാസൻ ഉജ്ജയിനിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ചാച്ച സന്തോഷിച്ചു.
ഉജ്ജയിനിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 1000 നാവാണ്. അതിൽ വ്യക്തിപരമായ എന്തെങ്കിലും സംഗതികളുണ്ടോ എന്നെനിക്ക് അറിയില്ല. പടയോട്ടങ്ങൾക്കും കവർച്ചകൾക്കും തകർച്ചകൾക്കും ശേഷവും അവിടം ഒരു വികാരമായി നിലകൊള്ളുന്നു എന്നോ ചില ഓർമ്മകളിൽ മുങ്ങിയെന്നോണം പറയുമ്പോൾ കുഞ്ഞുനാൾ മുതൽ എനിക്കും ഉജ്ജയിനി എത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് തെല്ലുവേദനയോടെ ഓർക്കും. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക എന്ന ഗാനം കേട്ടാണ് ഞാൻ വളർന്നത്. സാധാരണ പോലെയായിരുന്നില്ല ആ പാട്ട് ഞാൻ കേട്ടിരുന്നത്. ഉമ്മയും ഞാനും മാത്രമുള്ള നേരങ്ങളിൽ മുറിയടച്ചിരുന്ന് ടേപ്പ് റെക്കോർഡറിൽ ശബ്ദം കുറച്ചു വെച്ച് അതീവ രഹസ്യമായിട്ടായിരുന്നു ആ പാട്ട് കേൾവി. മുലപ്പാലിനൊപ്പം ഉമ്മയുടെ കണ്ണീരിന്റെ ചൂടും ഉപ്പുരസവും നുണഞ്ഞു കേട്ട പാട്ടിന് അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ടായിരുന്നുവെന്ന് മുതിർന്നപ്പോഴാണ് അറിഞ്ഞത്. നിർധന കുടുംബത്തിലായിരുന്നു എൻ്റെ ഉമ്മയുടെ ജനനം. ഉമ്മ ജനിക്കും മുൻപേ ഉപ്പ മരിച്ചു. പിന്നീട് സമുദായത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് ഗാനമേള ട്രൂപ്പിൽ പാടിയാണ് ഉമ്മുമ്മ ജീവിക്കാനുള്ള വഴി കണ്ടെത്തിയത്. പി ലീലയുമായുള്ള സ്വരസാദൃശ്യമാണ് അവർക്ക് തുണയായത്. ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും പല വേദികളിലായി വളരെ കാലം പി ലീലയുടെ പാട്ടുകൾ മധുരതരമായി അവർ പാടി കുഞ്ഞിനെ വേദിയുടെ പുറകിൽ ഉറക്കി കിടത്തിയാണ് പാടിയിരുന്നത്. എല്ലാ സ്റ്റേജിലും അവരെ കൊണ്ട് ആളുകൾ ഉജ്ജയിനിയിലെ ഗായിക പാടിക്കുമായിരുന്നു. ഉമ്മൂമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു അത്. നീണ്ടു വിടർന്ന കണ്ണുകളും ചുരുണ്ട മുടിയും പതിഞ്ഞ പ്രകൃതവുമുള്ള അതിസുന്ദരിയായിരുന്നു ഉമ്മൂമ്മ. ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഗാനമേള നടക്കുന്നിടങ്ങളിലെല്ലാം ആരാധകർ വരികയും ഉമ്മൂമ്മയ്ക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അവരിൽ പ്രധാനി എൻ്റെ ഉപ്പയായിരുന്നു. അദ്ദേഹത്തിന് ആ പാട്ടിനോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ഉമ്മൂമ്മ കരുതിയത്. ഗാനമേളകൾക്കിടയിൽ ഉപ്പ നോട്ടുമാലകൾ കൊണ്ട് ഉമ്മൂമ്മയെ മൂടുമായിരുന്നു. എന്നാൽ ആ പാട്ടിനേക്കാൾ ഇഷ്ടം തന്നോടായിരുന്നു എന്ന് വൈകിയാണ് അറിഞ്ഞത്. അവർക്ക് വേണ്ടി 15 വയസ്സുള്ള എൻ്റെ ഉമ്മയെ വിവാഹം കഴിച്ച് അയക്കാൻ പോലും ധനികനായ ഉപ്പ തയ്യാറായി. അന്ന് ഉമ്മൂമ്മയ്ക്ക് 31 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പയുടെ നല്ലവൻ ചമ്മയലിൽ ഉമ്മൂമ്മ വീണു. മകളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഉപ്പയിൽ നിന്ന് ഓടി ഒളിക്കാൻ അവർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. അക്കാലത്താണ് ഒരു ഹിന്ദിക്കാരൻ ഉമ്മൂമ്മയുടെ വീടിനടുത്ത് താമസത്തിനെത്തിയത്. മലയാളമടക്കം പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്ന വലിയ ജ്ഞാനിയായിരുന്നു. കേരളത്തിലെ ചില അമ്പലങ്ങളിലും പള്ളികളിലും ചുമർചിത്രങ്ങൾ വരയ്ക്കാനാണ് വന്നത്. ജൈവ ചായക്കൂട്ടുകൾ കൊണ്ട് പ്രതലത്തിന്റെ ദ്വിമാന സ്വഭാവം കൈവിടാതെ ത്രിമാന തലത്തെക്കുറിച്ചുള്ള സൂചന പോലും നൽകാതെ ബിംബങ്ങളെ ആദർശ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ സ്നേഹ ബഹുമാനമായിരുന്നു. മകളുടെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എപ്പോഴോ ഉമ്മൂമ്മയും അദ്ദേഹവും ഇഷ്ടത്തിലായി. അമ്പലങ്ങളിലെ ദേവീ രൂപങ്ങൾക്ക് എവിടെയൊക്കെയോ ഉമ്മൂമ്മയുടെ അദൃശ്യ ഛായ കൈവന്നു തുടങ്ങി. അന്യമതസ്ഥനായിരുന്നെങ്കിലും യോഗ്യനായ ആ മനുഷ്യനുമായിട്ടുള്ള ഉമ്മൂമ്മയുടെ ബന്ധം എൻ്റെ ഉപ്പയ്ക്കും ഇഷ്ടമായിരുന്നു. എന്നാൽ ഉപ്പയും സമൂഹവും അവരെ വേട്ടയാടി. ഒടുവിൽ അദ്ദേഹത്തിനോടൊപ്പം ഉമ്മൂമ്മയ്ക്ക് അവിടെ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. ഉമ്മൂമ്മ ഒളിച്ചുപോയതിന്റെ ശിക്ഷ മുഴുവൻ അനുഭവിച്ചത് ഉമ്മയായിരുന്നു. ഉപ്പ അവരെ ക്രൂരമായി മർദ്ദിച്ചു, പട്ടിണിക്കിട്ടു, അവരുമായി ബന്ധപ്പെട്ട എല്ലാം നശിപ്പിച്ചു. അവരുടെ പാട്ടിന്റെ കസറ്റുകൾ അടക്കം അടിച്ചു പൊട്ടിച്ചു. എന്നാൽ അതിലൊരു കസറ്റ് ഉപ്പയറിയാതെ ഉമ്മ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചു. എനിക്ക് 5 വയസ്സുള്ളപ്പോഴോ മറ്റോ അത് ഉപ്പയുടെ കയ്യിലെത്തി. അന്ന് ഉമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. കൊടിയ വേദനകൾക്കിടയിലും അവിടുത്തെ ഒരു നഴ്സ് ഉമ്മൂമ്മയെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ആ മുഖം തെളിഞ്ഞു. നാടുവിടുമ്പോൾ ഉമ്മൂമ്മ ഗർഭിണിയായിരുന്നു എന്നും ഒരു കുഞ്ഞുണ്ടായെന്നുമാണ് നഴ്സ് പറഞ്ഞത്. അവർക്കതിൻ്റെ വിശദ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രിയിൽ ആ കുഞ്ഞിനെയും ഓർത്ത് ഉമ്മ കിടന്നു. ബാനു, നിന്നേക്കാളും 3 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ അതിന്, അവർ രഹസ്യമായി പറഞ്ഞു. ഉമ്മൂമ്മയുടെ കുട്ടി എന്നെ എന്താ വിളിക്കുക? അന്നേരം ഞാൻ ചോദിച്ചു. ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉപ്പയിൽ നിന്നും കിട്ടിയ മർദ്ദനങ്ങളുടെ ബാക്കി എന്നോണം 30-ാം വയസ്സിൽ ഉമ്മ മരിച്ചു. അതിനു മുൻപേ ഉപ്പ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ശേഷമുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടണമായിരുന്നു. അതിനായി കഷ്ടപ്പെട്ട് പഠിച്ചു, സ്കോളർഷിപ്പ് നേടി, വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്തു കടന്നു. ഇന്ന് എന്നെ നിലനിർത്തുന്നത് എൻ്റെ ഇന്നലകളല്ല, ഈ പ്രണയവും ചില നിസ്വാർത്ഥ സ്നേഹങ്ങളുമാണ്. ദേവിദാസിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഇല്ല. നിവൃത്തികേട് കൊണ്ട് ഒരിക്കൽ ചാച്ചിയോടും ചാച്ചുമ്മയോടും പറയേണ്ടി വന്നു. അതിന്റെ സഹതാപ തരംഗം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഭാഷ അറിയില്ലെങ്കിലും ഇടയ്ക്കിടെ ഉജ്ജയിനിയിലെ ഗായിക കേൾക്കാൻ ചാച്ചുമ്മയും ഒപ്പം ഇരിക്കാറുണ്ട്. ബാനു, വീണ്ടും സ്വപ്നത്തിൽ വീണുപോയെന്ന് തോന്നുന്നു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ, വേഗം മടങ്ങി വരണം, ചാച്ചുമ്മ കാത്തിരിക്കും. ചാച്ച എൻ്റെ ചുമലിൽ മൃദുവായി തട്ടി. ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്ന് തലയാട്ടി. ഞങ്ങളെ ഒപ്പം നിർത്തി ഒരു സെൽഫിയും എടുത്ത് സന്തോഷത്തോടെ ചാച്ച പോയി.
വിജനമായ വഴിയിൽ എണ്ണമില്ലാത്ത ജ്യോതിർഗോളങ്ങൾക്ക് കീഴെ ഞങ്ങൾ നിന്നു. വഴിവിളക്കിന്റെ പ്രഭയിൽ വെളുത്ത കല്ലുപതിച്ച മൂക്കുത്തിയിലെ വെളിച്ചം എൻ്റെ കവളിലൂടെ കണ്ണോരത്തേക്ക് ചിതറിപ്പരക്കുന്നത് ആ കണ്ണുകളിൽ കണ്ടു. പ്രണയപൂർവ്വം ഞാൻ അവൻ്റെ കൈയോട് കൈകോർത്ത് നിലാവു ചിതറിപ്പരുന്ന വിസ്തൃതമായ വഴിയിലൂടെ നദിയുടെ കിഴക്കേ കരയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നിരുന്നു. കുറച്ചുനാൾ മുൻപ് റിസർച്ചിന് സഹായകമായ ചില പുസ്തകങ്ങൾ ബാപ്പുവിൻ്റെതായി ഉണ്ടെന്നും ഉജ്ജയിനിയിലേക്ക് വരുമ്പോൾ തന്നുവിടാമെന്നും ദേവിദാസൻ പറഞ്ഞിരുന്നു. അത് വാങ്ങാനെന്ന പേരിലാണ് ഞാൻ വന്നത്. മുൻപ് വന്നപ്പോഴെല്ലാം ഗോയ്ബിബോ വഴി തരപ്പെടുത്തിയ ഹോട്ടലുകളിലാണ് താമസിച്ചത്. ഇത്തവണയും അതിന് മുതിർന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചു. അത് വേണോ വേണ്ടയോ എന്ന ചിന്തയിൽ നിന്നപ്പോൾ പോകൂ എന്ന് ചാച്ചുമ്മ പറഞ്ഞു. നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പഴക്കത്തിൻ്റെ പുതുമയോടെ നിൽക്കുന്ന മനോഹരമായ മാളികയ്ക്ക് മുൻപിൽ നടത്തം അവസാനിച്ചു. നിലാവെളിച്ചത്തിൽ കെട്ടിടത്തിൻ്റെ കൂറ്റനെടുപ്പുകൾ തിളങ്ങുന്നത് നോക്കി ഞാൻ നിന്നു. നിരീക്ഷണാലയം പണിയുന്ന കാലത്ത് സവായ് ജയ്സിംഗ് രണ്ടാമന് വിശ്രമിക്കാനായി പണിത മാളികയാണെന്ന് പറഞ്ഞാണ് ബ്രോക്കർ ബാപ്പുവിനെ ഇത് പിടിപ്പിക്കുന്നത്, അവൻ പറഞ്ഞു. ഞാൻ പുഞ്ചിരിച്ചു. ദ്രവിച്ചതും ജീർണിച്ചതുമെല്ലാം കാലാകാലങ്ങളിൽ മാറ്റിയതുകൊണ്ട് പഴയതാണെന്ന് പറയാൻ പറ്റില്ലെന്ന് ബാപ്പു തർക്കിച്ചു. ബ്രോക്കർ അപ്പോൾ തെസ്യൂസിന്റെ കപ്പലിനെ കുറിച്ച് പറഞ്ഞുവത്രേ, അവൻ ചിരിച്ചു. 2 വ്യത്യസ്ത നിമിഷങ്ങളിലുള്ള ഒരേ വസ്തുവിന് ഭാഗങ്ങളൊന്നും മാറ്റാതെ തന്നെ വ്യത്യസ്ത സ്വത്വമാണുള്ളതെങ്കിൽ ഭാഗങ്ങൾ മാറ്റിയതിന് സ്വാഭാവികമായും വ്യത്യസ്ത സ്വത്വമല്ലേ ഉണ്ടാവുക എന്നൊരു വാദം നടത്തി ബാപ്പു അതിനെ മറികടന്നു. തോൽപ്പിക്കാനാണെങ്കിൽ കൂടി അദ്ദേഹത്തിനോട് വാദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവൻ ഓർമ്മകളുടെ ചുഴിയിൽ പെട്ടെന്ന പോലെ ഒരു മാത്ര വിവശനായി നിന്നു. പിന്നെ കൂറ്റൻ ഇരുമ്പ് കയറ്റി തള്ളി തുറന്ന് അകത്ത് കയറി വരൂ, രാത്രി ഏറിയില്ലേ? മാ ഉറങ്ങിക്കാണും. ബാപ്പു മരിച്ചതിന് ശേഷം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മരുന്നുകളുടെ തളർച്ചയിൽ നേരത്തെ കിടക്കും. അവൻ ക്ഷമാപണം നടത്തി. പുറമേ ഉണ്ടായിരുന്ന മൺതൊട്ടിയിൽ നിന്നും വെള്ളം പകർന്ന് കാൽ കഴുകി ഞാൻ പടി കയറി. വരൂ വരൂ, അവൻ വിശാലമായ അകത്തളത്തിലേക്ക് നടന്നു. ഞാൻ തെല്ല് പരിഭ്രമത്തോടെ അവനെ പിന്തുടർന്നു. വാതിലുകളിലും കട്ടിളകളിലും ചുമരുകളിലും തറയിലുമെല്ലാം ഗുപ്ത വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും കയ്യൊപ്പുകൾ ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിലേതോ ആ കാലത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതോ ആയിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. ഇതാണ് മായുടെ മുറി. ബാപ്പു മരിച്ചതിന് ശേഷം ഇവിടെയാണ് ഉറക്കം. ബാനുവിന് മുകളിലാണ് ഒരുക്കിയിരിക്കുന്നത്. അവൻ താഴത്തെ നിലയിലെ വിശാലമായ മുറികളിലൊന്ന് ചൂണ്ടി പറഞ്ഞുകൊണ്ട് കൊത്തുപണികളുള്ള പിരിയൻ ഗോവണി കയറി. ആ ഗോവണിയുടെ തുടക്കത്തിൽ കാളിദാസന്റെ രൂപവും മുകളിൽ അവസാനിക്കുന്നിടത്ത് കാളിയുടെ രൂപവും കൊത്തിവെച്ചിരുന്നു. ക്ഷിപ്ര നദിയിലേക്ക് തുറക്കാവുന്ന വലിയ ജനാലകളുള്ള 6 മുറികളാണ് മുകൾ നിലയിലുള്ളത്. കിഴക്കേയറ്റം ചേർന്നുള്ള മുറിയാണ് ദേവിദാസന്റേത്. തൊട്ടുചേർന്ന മുറിയാണ് എനിക്കായി ഒരുക്കിയിരുന്നത്. മുറികൾക്കെല്ലാം നദിക്ക് മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ബാൽക്കണികൾ ഉണ്ടായിരുന്നു. അവിടെ കളിമൺ ചട്ടികളിൽ ജമന്തി നട്ടിരുന്നു. പല നിറമുള്ള പൂക്കൾ ചെടികൾക്ക് താങ്ങാനാവാത്ത വിധം പൂത്തിരുന്നു. ഇവിടെ ഇരുന്ന് മറുകര കാണുക പ്രത്യേക അനുഭൂതിയാണ്, അവൻ പറഞ്ഞു. ഞാൻ വെറുതെ മൂളി. അവിടെയായിരുന്നു സാന്ദീപനി മുനിയുടെ ആശ്രമം. അവൻ നദിയുടെ അങ്ങേകരയിലേക്ക് കൈ ചൂണ്ടി. നദി കടന്നെത്തിയ തണുത്ത കാറ്റിൽ മുരളീഗാനം ഒഴുകിയെത്തുന്നതായും നിലാവിൽ കൃഷ്ണന്റെയും കുചേലന്റെയും പിഞ്ചുപാദങ്ങൾ ആശ്രമമുറ്റത്ത് ഓടി നടക്കുന്നതായും സങ്കല്പിച്ചു. ഉള്ളിൽ വാത്സല്യവും പ്രണയവും നിറഞ്ഞു. അല്പനേരം ഞങ്ങൾ നിശബ്ദരായി നിന്നു. വരൂ, എൻ്റെ മുറിയിലേക്ക് പോകാം, കാറ്റിന്റെ തണുപ്പ് കൂടി വന്നതോടെ അവൻ പറഞ്ഞു. ഇരുവശങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ചുമർ വിളക്കുകളുള്ള നീണ്ട ഇടനാഴിയിലൂടെ ചുവരുകളിൽ വരഞ്ഞിട്ട ചിത്രങ്ങളും കണ്ട് ഞാൻ നടന്നു. വിക്രമാദിത്യനും വേതാളവും കാളിയും കാളിദാസനും ആ ചിത്രങ്ങൾക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് പഴക്കം കുറവായിരുന്നു. ഞാൻ അവയിലൂടെ കൈയോടിച്ചു. വരൂ, ഇരിക്കൂ. അവൻ മുറിയുടെ വാതിൽ തുറന്ന് കൊത്തുപണികളുള്ള കസേര നീക്കിയിട്ടു. വിശാലമായ ആ മുറി ഒരു എക്സിബിഷൻ ഹാൾ പോലെ തോന്നിച്ചു. വരൂ, ഇരിക്കൂ. അവൻ മുറിയുടെ വാതിൽ തുറന്ന് കൊത്തുപണികളുള്ള കസേര നീക്കിയിട്ടു. വിശാലമായ ആ മുറി ഒരു എക്സിബിഷൻ ഹാൾ പോലെ തോന്നിച്ചു. ചുമരുകളിൽ പ്രത്യേക നിറമുള്ള പൊടികൾ കൊണ്ടെഴുതിയ ചിത്രക്കൂട്ടുകൾ, വലിയ ഷോക്കേസുകളിൽ തടിയിൽ തീർത്ത ശില്പങ്ങൾ, ഘടികാരങ്ങൾ, കനത്ത പുറംചട്ടയുള്ള പല നിറമുള്ള കല്ലുകൾ പതിപ്പിച്ച ഗ്രന്ഥങ്ങൾ, കാളിദാസന്റെ പുസ്തകങ്ങൾ, കോട്ടം ബ്രൂക്സിന്റെയും ജോൺ ബെൻലിയുടെയും ജ്യോതിശാസ്ത്ര രചനകൾ, വിഷ്ണുചന്ദ്രയുടെ ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ, 1733 രാജാ സവായ് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച നിരീക്ഷണാലയത്തിൻ്റെയും ജെയിംസ് വെബ് നിർമ്മിച്ച ബഹിരാകാശ ദൂരദർശിനിയുടെയും മാതൃകകൾ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ ബാപ്പുവിൻ്റേതാണ്. മരിക്കും വരെ ഓരോ പഠനങ്ങളിലായിരുന്നു.
ജ്യോതിശാസ്ത്ര രംഗത്തെ ഉജ്ജയിനിയുടെ പ്രഭാവത്തെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. 13,000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ബഹിരാകാശത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പക്ഷേ ആ അറിവ് ശേഖരങ്ങളൊക്കെ ഇപ്പോൾ വിദേശികളുടെ കസ്റ്റഡിയിലാണെന്ന് മാത്രം. അവൻ പുഞ്ചിരിച്ചു. അല്പം നിരതെറ്റിയ മനോഹരമായ ആ പല്ലുകളും തിളങ്ങുന്ന കണ്ണുകളും എഴുന്നു നിൽക്കുന്ന മൂക്കും ഞാൻ നോക്കിയിരുന്നു. എന്താണ് എൻ്റെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഭീമൻ തന്മാത്രാ മേഘങ്ങൾ, കൂട്ടിയിടുകൾ, നീഹാരിക, പ്രാങ് നക്ഷത്രങ്ങളുടെ ജനനം? അവൻ പ്രണയപൂർവ്വം ചോദിച്ചു. മുറിയിൽ ജമന്തിപ്പൂക്കളുടെ സുഗന്ധവുമായി ചുറ്റിക്കറങ്ങുന്ന കാറ്റ്, ഞൊറിഞ്ഞിട്ട ജാലക വിരികൾക്കിടയിലൂടെ ഇരച്ചെത്തുന്ന നിലാവ്. പ്രണയം ആത്മാവിനെ മത്തുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ലജ്ജയോടെ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അവൻ ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റു. അടുത്ത നിമിഷം സംഭവിക്കാനിടയുള്ള ഒരു ആലിംഗനത്തിനായി കാത്തുകൊണ്ട് ഞാൻ കണ്ണുകൾ ഇറുക്ക പൂട്ടി. പക്ഷേ അവൻ്റെ കാലൊച്ച എതിർദിശയിലേക്ക് നീങ്ങി. ഞാൻ കണ്ണു തുറന്നു. ഇതാ ബാപ്പുവിൻ്റെ പുസ്തകങ്ങൾ. ഭാനുവിനെ റിസർച്ചിന് ഗുണം ചെയ്യും. അവൻ മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ഷെൽഫിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ എടുത്തു നീട്ടി. വൃത്തിയായി ബൈൻഡ് ചെയ്ത കട്ടി പുസ്തകങ്ങൾ. ഞാൻ മറിച്ചു നോക്കി. അവൻ ഇടയ്ക്കിടെ അവ എടുത്തു നോക്കുന്നുണ്ടെന്ന് തോന്നി. അവൻ്റെ വിരലുകളുടെ അമിത ലാളനയിൽ ത്രസിച്ച ഏടുകൾ ഓരോന്നും ഞാൻ തൊട്ടതും വിടർന്നു വന്നു. എന്നും എടുത്ത് എന്തെങ്കിലുമൊക്കെ മറിച്ചു നോക്കും. അപ്പോൾ ബാപ്പു അടുത്തുണ്ടെന്ന് തോന്നും. അവൻ്റെ കണ്ണുകളിൽ ചെറുവേദന മിന്നി. ഇതെനിക്ക് തന്നാൽ ബാപ്പുവിനെ മിസ് ചെയ്യില്ലേ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ല, ബാപ്പു ഒരുപാട് കഷ്ടപ്പെട്ട് ശേഖരിച്ച വിവരങ്ങളാണ്. മറ്റൊരാൾക്ക് പ്രയോജനപ്പെട്ടാൽ സന്തോഷിക്കേ ഉള്ളൂ, പ്രത്യേകിച്ച് ഭാനുവിന്. പിന്നെ ബാപ്പു പൂർത്തിയാക്കാതെ പോയ ഒരു പഠനമുണ്ട്, വിക്രമാദിത്യനെ കുറിച്ച്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് ഞാനിപ്പോൾ, അവൻ പറഞ്ഞു. ഞാൻ ആരാധനയോടെ അവനെ നോക്കി. പിന്നെ ലജ്ജയോടെ താളുകൾ മറിച്ചു. മറിക്കലിനിടെ പുസ്തകത്തിനുള്ളിൽ നിന്ന് 1-2 CD-കൾ പുറത്തു ചാടി. അവൻ വേഗം അത് പെറുക്കിയെടുത്തു. എൻ്റെ മാ പാടിയ പാട്ടുകളാണ്. സ്വന്തം പുസ്തകങ്ങൾക്കകത്താണ് ബാപ്പു ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാറ്. ഒക്കെ പഴകി ഉപകാരമില്ലാതായി. ഞാൻ കുറേയൊക്കെ പെൻഡ്രൈവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവൻ അഭിമാനത്തോടെ പറഞ്ഞു. താഴെ അവൻ്റെ അമ്മയുടെ മുറിക്ക് വെളിയിൽ വീണയും വയലിനുമൊക്കെ കണ്ടതോർത്തു. മാ പ്ലേബാക്ക് സിംഗറാണോ? ഞാൻ ചോദിച്ചു. ഏയ്, ബാപ്പു നിർബന്ധിച്ച് പാടിക്കും, അത്ര തന്നെ. ഭാനുവിന് പാട്ടിഷ്ടമാണോ? അവൻ ചോദിച്ചു. ഞാൻ മൂളി. അവൻ മേശവലിപ്പിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ച് പാട്ട് കേൾക്കാൻ സജ്ജമാക്കി. ഞങ്ങൾ മേശയ്ക്കിരുപുറവും ഇരുന്നു. സത്യത്തിൽ എനിക്കപ്പോൾ പാട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നില്ല. കേൾവിയുടെ വാതായനങ്ങളെല്ലാം കൊട്ടിയടച്ച് കണ്ണും മനസ്സ് നിറയെ അവനെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. ആശാ ഭോൺസ്ലെയുടെയും ലതാ മങ്കേഷ്കറിൻ്റെയും പാട്ടുകൾ അവൻ മായയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ചുറ്റിലും അലയടിച്ചു. എനിക്ക് പതിയെ ഉറക്കം വന്നു. പാട്ടിനിടെ പലപ്പോഴും സ്വയമറിയാതെ ഉറക്കത്തിലേക്ക് ഇടറി വീണുകൊണ്ടിരുന്നു. എപ്പോഴോ ഉറക്കത്തിലോ ഉണർച്ചയിലോ അപ്രതീക്ഷിതമായി ഞാൻ കേട്ടു, ഉജ്ജയിനിയിലെ ഗായിക. ഞെട്ടിയുണർന്ന് ചെവി വട്ടം പിടിച്ചു. ഈ പാട്ട്? ഞാൻ ചോദിച്ചു. എന്നെ അടിമുടി വിറയൽ വന്ന് മൂടിയിരുന്നു. ഭാനു, എന്തുപറ്റി? അവൻ പരിഭ്രാന്തിയോടെ എന്നെ ചേർത്തു പിടിച്ചു. ഈ പാട്ട്? യാന്ത്രികമായി ഞാൻ ചോദ്യം ആവർത്തിച്ചു. എൻ്റെ മായ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണിത്, അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. മാ, ചാന്ദ് ബീവി? ഒരിക്കലും ആവരുതേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ തിരക്കി. അതെ, നീ അറിയോ? അവൻ അതിശയത്തോടെ ചോദിച്ചു. ഞാൻ ദയനീയമായി അവനെ നോക്കി. പിന്നെ നിലത്ത് കാൽമുട്ടുകളിൽ മുഖം പൂഴ്ത്തി കണ്ണുപൂട്ടി. ഭാനു, ഭാനു, അവൻ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്കൊന്നും കേൾക്കാനുള്ള ത്രാണിയുണ്ടായിരുന്നില്ല. കൈകൾ കൊണ്ട് ചെവി രണ്ടും മൂടി പിടിച്ചു. പുറം ലോകത്തേക്കുള്ള വിനിമയങ്ങളെല്ലാം കൊട്ടിയടച്ചുള്ള ഇരിപ്പിൽ ഒരു തോണിയിൽ അവൻ അകന്നകന്നു പോകുന്നത് ഉൾക്കണ്ണിൽ ഞാൻ കണ്ടു. പെട്ടെന്ന് സർവ്വതും ആടിയുലയിക്കുമാറ് നദിയിൽ നിന്ന് ആകാശം മുട്ടെ ചുഴലികളും മലരികളും ഉയർന്നു. ഞാൻ വേഗം കണ്ണു തുറന്നു. അപ്പോഴേക്കും കാഴ്ചയിൽ നിന്ന് അവൻ മറഞ്ഞു കഴിഞ്ഞിരുന്നു. വീഴാതിരിക്കാൻ പണിപ്പെട്ട് നിലത്ത് പടിഞ്ഞിരുന്നു. മുകളിലേക്ക് നോക്കാൻ ഭയം തോന്നി. ഭീമൻ ചുഴികൾ വിഴുങ്ങാൻ തയ്യാറെടുത്ത് നിന്നിരുന്നു. ഓട്! എങ്ങനെന്നോ ചാച്ചിയുടെ ശബ്ദം കേട്ടു. എഴുന്നേറ്റോടെ ഞാനൊരു ശ്രമം നടത്തി. അപ്പോഴേക്കും കറുത്ത ആകാശത്തു നിന്നും ചുവന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ദേവി! ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാലൻ കൊഴിയെപ്പോലെ വാക്കുകളുടെ ഇരുട്ടിനെ കൊത്തി വിഴുങ്ങിക്കൊണ്ടിരുന്നു. ശ്വാസം കഴിക്കാൻ ഞാൻ വല്ലാതെ പണിപ്പെട്ടു. എല്ലാം സ്വപ്നമാണെന്നറിഞ്ഞിട്ടും ഉണരാനായില്ല. ഭീമൻ മലരികൾക്കും ചുവന്ന നക്ഷത്രങ്ങൾക്കും കീഴെ സമുദ്രിതാവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയാതെ മനസ്സ് പിടഞ്ഞു. പിറക്കും മുൻപേ മരണമടയേണ്ടി വന്ന ഒരു പ്രാങ് നക്ഷത്രം കണക്കെ എൻ്റെ പ്രണയം പതറിയാളി. അപ്പോഴും പാട്ട് അവസാനിച്ചിരുന്നില്ല. ആത്മാവിൽ കൊളുത്തി വലിക്കും പോലെ അതിൻ്റെ ശീലുകൾ ആർദ്രമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ഓൺ ദ ഡോട്ട് മീഡിയ.